വചനം 18. വാക്കർത്ഥം. വ അന്നൽ മസാജിദ, പള്ളികൾ എന്നും, ലില്ല, അല്ലാഹുവിന്, അല്ലാഹുവിൻ്റേത് ആകുന്നു എന്നും, ഫലാ തദ്ഉ, ആകയാൽ നിങ്ങൾ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി, അല്ലാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും. وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആകയാൽ അല്ലാഹുവിനോടുകൂടി നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും. വചനം 19. വാക്കർത്ഥം. വ അന്നഹു, അത് എന്നും, കാര്യം എന്നും, ലമ്മാ ഖാമ, നിന്നപ്പോൾ, എഴുന്നേറ്റപ്പോൾ, അബ്ദുല്ലാഹി, അല്ലാഹുവിൻ്റെ അടിയാൻ, അടിമ, യദ്ഊഹു, അവനെ വിളിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, കാദൂ, അവർ ആകാറായി, യകൂനൂന, ആകുവാൻ, അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ലിബദ, തിങ്ങിക്കൊണ്ട്, കൂട്ടം കൂടിക്കൊണ്ട്. وَأَنَّهُ لَمَّا قَامَ عَبْدُ اللَّهِ يَدْعُوهُ كَادُوا يَكُونُونَ عَلَيْهِ لِبَدًا. അല്ലാഹുവിൻ്റെ അടിയാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൂട്ടം കൂടി തിങ്ങിക്കൊണ്ടിരിക്കുമാറായി എന്നും വഹി നൽകപ്പെട്ടതായി പറയുക. വചനം 18, 19 എന്നിവയുടെ വിശദീകരണം. അല്ലാഹുവിനെ ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥന നടത്തുവാനും വേണ്ടി അവൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്നവയാണ് പള്ളികളാകുന്ന ആരാധനാ സ്ഥലങ്ങൾ. ആരാധനയും പ്രാർത്ഥനയുമാകട്ടെ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. എന്നിരിക്കെ അവിടെ വച്ച് അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനോ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ മുതിരുന്നത് വമ്പിച്ച അക്രമവും അനീതിയും പാപവുമാകുന്നു. ബഹുദൈവാരാധകന്മാർ അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ പല ദൈവങ്ങളെയും വിളിച്ചാരാധിക്കുന്നതുപോലെയും വേദക്കാർ അവരുടെ പള്ളികളിൽ ഈസാ നബി അലൈഹിസ്സലാം മുതലായവരെ വിളിച്ചാരാധിക്കുന്നതുപോലെയും പള്ളികളിൽ വച്ച് ചെയ്തുകൂടാ എന്നത്രേ 18-ാം വചനത്തിൻ്റെ സാരം. പള്ളികളിൽ ആർക്കുമാർക്കും പ്രത്യേക അവകാശം വാദിക്കാവതല്ലെന്നും അല്ലാഹുവിന് മാത്രമാണ് അവയുടെ ഉടമാവകാശമെന്നും അവ മുസ്ലിങ്ങൾ അവരുടെ പൊതുസ്ഥാപനമായി ഉപയോഗിക്കേണ്ടതാണെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹുവിൻ്റെ അടിയാൻ അബ്ദുല്ല എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. തിരുമേനിയുടെ അടുക്കൽ ജിന്നുകൾ ചെല്ലുമ്പോൾ അവിടുന്ന് സ്വഹാബികളൊന്നിച്ച് നമസ്കരിക്കുകയായിരുന്നു. നമസ്കാര കർമ്മവും ഖുർആൻ പാരായണവും കണ്ടപ്പോൾ അവർ ആശ്ചര്യത്തോടും ആവേശത്തോടും കൂടി തിരക്കിട്ട് തിരുമേനിയുടെ ചുറ്റും ചെന്ന് കൂടുകയുണ്ടായി. ഈ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീ മൂലം അല്ലാഹു അറിയിച്ചു കൊടുത്തു എന്നാണ് 19-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഈ വചനം ജിന്നുകൾ തങ്ങളുടെ ജനതയോട് ചെയ്ത പ്രസ്താവനകളിൽ ഉൾപ്പെട്ടതാണ് എന്നത്രേ വ്യാഖ്യാതാക്കളിൽ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെന്നു വെക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യം 2 പ്രകാരത്തിൽ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവിടുത്തോടൊപ്പം സ്വഹാബികൾ സംഘം ചേർന്ന് നമസ്കരിക്കുന്നതും റുകൂഅ്, സുജൂദ് മുതലായവയിൽ അനുകരിക്കുന്നതും കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി. അത് അവർ തങ്ങളുടെ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങിയപ്പോൾ ജിന്നുകളും മനുഷ്യരുമാകുന്ന ശത്രുക്കൾ തിരുമേനിക്കെതിരെ കൂട്ടം കൂടി തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എങ്കിലും അല്ലാഹു തിരുമേനിയെ സഹായിക്കുക തന്നെ ചെയ്തുവെന്ന് അവർ ആ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു അഅലം.